ഏതാണ്ട് 25 പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുള്ള സിനിമ. സന്ദേശത്തിന് ശേഷം മലയാളി ഓഡിയൻസിനെ ഒരുപാട് ചിരിപ്പിച്ച ഒരു പൊളിറ്റിക്കൽ സെറ്റാർ. ഈ സിനിമ കണ്ട മാത്രമല്ല, ഇത് കേട്ടാലും നമ്മൾ ഓക്കെയാണ്. ഇതിലെ ഡയലോഗ് കേട്ടാൽ തന്നെ നമുക്ക് ഓരോ സീനും ഓർമ്മ വരും. ഏതാണ്ട് ഒരു 12 വർഷം മുമ്പ് ഇറങ്ങിയ മലയാളത്തിലെ ഒരു അടിപൊളി പൊളിറ്റിക്കൽ സെറ്റാർ മൂവി വെള്ളിമൂങ്ങ. ഈ പടം ഞാൻ സ്കൂൾ കഴിഞ്ഞ് കുറച്ച് 2 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് ഈ സിനിമ റിലീസ് ആവുന്നത്. പക്ഷെ ഈ പടത്തിന്റെ ടീസറിൽ വന്ന സമയത്ത് തന്നെ നമുക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജി ആയിരുന്നു. ഇതൊരു 90s വരുന്ന സിനിമ പോലെയായിരുന്നു ഈ സിനിമയുടെ ടീസറും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിരുന്നത്. വളരെ ലോ ഹൈപ്പിൽ വന്ന് ഒരു വലിയ ഹിറ്റായ പടമാണ്. ആ ഒരു ടൈം എന്ന് പറയുന്നത് ഈ ബിജു മേനോൻ എന്ന് പറയുന്ന ആക്ടർ ലീഡ് റോളിലെല്ലാം അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്ത് വരുന്ന ഒരു സമയം കൂടിയായിരുന്നു. അപ്പൊ അന്ന് ഈ സിനിമ ആദ്യം കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഈ പടത്തിന് ശേഷം ബിജു മേനോൻ ഒരു വലിയ സ്റ്റാർ ആയിട്ട് മാറും. അതായത് കറന്റ്ലി നല്ല ആക്ടറാണ്, പക്ഷെ ഒരു സ്റ്റാർ വാല്യൂ ഉള്ളൊരു ആളായിട്ട് മാറുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നീട് ആ ഒരു 2020 വരെ ഇയാള് മെയിൻ റോളിൽ പല സിനിമകളിൽ വന്നാലും ഞാൻ ഉദ്ദേശിച്ച രീതിക്ക് ഒരു വലിയ ഒരു സ്റ്റാർ വാല്യൂ ഉള്ളൊരു ആളായിട്ട് മാറിയിട്ടൊന്നുമില്ല. പക്ഷെ അയാളുടെ എല്ലാം ഉണ്ട്, കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, മാസ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ടായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു ലാലേട്ടൻ, മമ്മൂട്ടി, അത് കഴിഞ്ഞിട്ടുള്ള ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് വരാതിരുന്ന ഒരു ഗംഭീര ആക്ടർ കൂടിയാണ് ബിജു മേനോൻ എന്ന് പറയുന്നത്. ഈ സിനിമയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളിമൂങ്ങ പറയുന്ന കോൺസെപ്റ്റ് തന്നെ ശരിക്കും അടിപൊളിയാണ്. ആ ഒരു പൊളിറ്റിക്കൽ സറ്റയർ അവിടെ ഇതുപോലത്തെ ഒരു മാമച്ചൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാനായിട്ട് ഡയറക്ടർക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്കും കഴിഞ്ഞിട്ടുണ്ട്. അത് പറയേണ്ട കാരണം എന്ന് വെച്ചാല് ഈ സിനിമ റിലീസ് ആവുന്നതിന് ഏകദേശം ഒരു 1-2 മാസം മുമ്പാന്ന് തോന്നുന്നു ലാലേട്ടന്റെ ഒരു പടം ഇറങ്ങിയിരുന്നു, പെരിച്ചാഴി എന്നിട്ട്. പെരിച്ചാഴി വരുന്ന സമയത്ത് പെരിച്ചാഴി കിട്ടിയൊരു ഹൈപ്പ് ഉണ്ട്, വലിയ എന്തോ സംഭവം നടക്കാൻ വേണ്ടി പോകുന്നൊക്കെ ആയിരുന്നു അതിന്റെ പരസ്യം അല്ലെങ്കിൽ ടീസറും പോസ്റ്ററും. അതിന്റെ ഹൈപ്പ് തന്നെ ഒരു വലിയ വൻ ഹൈപ്പിൽ വന്ന പടമായിരുന്നു. പക്ഷെ തിയേറ്ററിൽ അത്ര വലിയ രീതിയിൽ ഹിറ്റ് ആയിട്ടൊന്നുമില്ല. പിന്നീട് കുറെ നാൾക്ക് ശേഷം ആൾക്കാരെ സിനിമയെ കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഇല്ലേ, വന്ന സമയത്ത് അങ്ങനെ വലിയ രീതിയിൽ ക്ലിക്ക് ആവാത്ത ഒരു പടക്കം എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന സിനിമയായിരുന്നു പെരിച്ചാഴി. പക്ഷെ വെള്ളിമൂങ്ങ അവിടുന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയി. കാരണം എന്ന് വെച്ചാല് ഇത് ഒന്നാമത് വളരെ ലോ ഹൈപ്പിൽ വന്ന പടമാണ്. പിന്നെ ഈ കഥ പറയുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ, കംപ്ലീറ്റ്ലി ഒരു ഗ്രാമത്തിൽ കൊണ്ടുവന്ന ഒരു പ്ലേസ് ചെയ്തു. അതായത് ഈ കോട്ടയം ജില്ലയിൽ നിന്നൊക്കെ കുടിയേറി കണ്ണൂരിന്റെ പല ഭാഗത്തേക്ക് വന്നിട്ടുള്ള ആ ഒരു പശ്ചാത്തലത്തിൽ ഇവർ ഈ കഥ പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മാമച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഇല്ലേ, അത് എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തിട്ട് ഇവർ ഈ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് വെച്ചതാണ്. എന്റെ കാരണം എന്ന് പറയുന്നത് ഈ വെള്ളിമൂങ്ങ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടല്ലോ, വെള്ളിമൂങ്ങ എന്ന് പറയുന്ന ഒരു ജീവി ഒരു ഷാർപ്പ് ഷൂട്ടർ പോലത്തെ ഒരു സാധനമാണ്. അതായത് ഒരു കാര്യം ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ, എയിം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയാളത് അച്ചീവ് ചെയ്യും. അതാണ് ഈ വെള്ളിമൂങ്ങയുടെ ഒരു പ്രത്യേകത. ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ശരിക്കും ഈ മാമച്ചൻ കാണിക്കുന്നത്. ഈ മാമച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രമില്ലേ, പൊളിറ്റിക്സിലല്ല എങ്കിലും ഇല്ലേ ഇയാള് കയറിപ്പോകും, രക്ഷപ്പെടും. ഞാൻ ഈ ഒരുപാട് മാമച്ചന്മാരെ കണ്ടിട്ടുണ്ട്. അതായത് ഈ പൊളിറ്റിക്സിൽ മാത്രമല്ല, നമ്മള് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചില മാമച്ചന്മാരുണ്ടാവും. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പണ്ട് പഠിച്ചിരുന്ന സ്കൂളിലെ ക്ലാസ്സുകളിൽ ചില ഈ സ്വഭാവമുള്ള ചില ആൾക്കാരുണ്ടാവും. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരുണ്ടാവും. പൊളിറ്റിക്സിലേക്ക് ഒരു കൊണ്ടു വയ്ക്കുന്ന സമയത്തില്ലേ നമുക്ക് കുറച്ചുകൂടി റിലേറ്റബിൾ ആവും. കാരണം മലയാളി ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ വലിയ ഡിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം നമ്മളെല്ലാവരും ഒരുവിധം ആൾക്കാരെല്ലാം പത്രം വായിക്കുന്നവരോ ന്യൂസ് ചാനൽ കാണുന്നവരോ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്തെങ്കിലും ന്യൂസ് ചാനൽ കാണുന്ന ആൾക്കാരാണ്. നമുക്കറിയാം അത്യാവശ്യം പൊളിറ്റിക്സ് നമുക്ക് അങ്ങനെ വലിയ ദൂരമുള്ള സാധനമൊന്നും പറയാം, നമുക്ക് അത്യാവശ്യം ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു സാധനമാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ രാഷ്ട്രീയക്കാരുടെ കളികളും കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ പണ്ട് തന്നെ സറ്റയറായിട്ട് കാണുന്നത് കൊണ്ടും അത് എൻജോയ് ചെയ്യുന്നത് കൊണ്ടും നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ. പക്ഷെ ഇതൊരു പ്രൊഫഷണൽ ഫീൽഡിൽ ഇപ്പൊ ഒരാളുടെ ജോലിയിലോ ഒരു കരിയറിലോ മറ്റാണ് ഇത് കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യുന്നതെങ്കിലില്ലേ ഇത് ഒരു പെർഫെക്റ്റ് സാധനമാണ്. അതായത് ചില ആൾക്കാരുടെ നേച്ചറിൽ തന്നെ അങ്ങനെയുണ്ട്. അവരൊരു കാര്യം ലക്ഷ്യം വെച്ച് കഴിഞ്ഞാലില്ലേ വലിയ കാര്യമായ രീതിയിൽ തടിയനങ്ങാതെ വലിയ വിയർപ്പൊന്നും ഒഴുക്കാതെ തന്നെ അവർക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് അവർ നേടിയെടുക്കും. ഇത് മാമച്ചനോട് നമ്മളെ ഈ അജു വർഗീസിന്റെ ക്യാരക്ടർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പാച്ചൻ നോട്ടാണ് ആ ക്യാരക്ടറിന്റെ പേര്. മാമച്ചൻ നിങ്ങൾക്ക് ഒരു വാർഡ് മെമ്പറെങ്കിലും ആയിക്കൂടെ ചോദിക്കുന്ന സമയത്ത് മാമച്ചൻ പറയുന്നത്, എന്റെ പാർട്ടി ഏതെങ്കിലും കാലത്ത് ഇവിടുത്തെ ഒരു മുന്നണിയിൽ കയറും, ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് എനിക്ക് വല്ല MLA MP മറ്റേ ആയാൽ മതിയെന്ന്. ഞാന് നമ്മുടെ നാട്ടില് പണ്ട് ഞാൻ സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്ത് ഈ ചുമരിലെല്ലാം ചില പാർട്ടിയുടെ പോസ്റ്ററെല്ലാം കാണുന്ന സമയത്ത് ഫോർവേഡ് ബ്ലോക്കിന്റെ എല്ലാം പോസ്റ്റർ കാണുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഫോർവേഡ് ബ്ലോക്ക് പണ്ട് കൊൽക്കത്തയിലെ മറ്റോ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടാക്കിയ പാർട്ടിയല്ലേ, ഇവർക്ക് എങ്ങനെയാണ് ഇവിടെ എല്ലാം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുണ്ടാവുമെന്ന് ആലോചിച്ചിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാല് അത് ഒരു മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന സമയത്ത് ആ മുന്നണിയുടെ ആൾക്കാർ തന്നെ കൊണ്ടുവന്ന് പോസ്റ്റർ ഒട്ടിച്ചോളും. ഈ ഫോർവേഡ് ബ്ലോക്കിന്റെ പ്രവർത്തകർ ഈ നാട്ടിൽ വേണമെന്ന് തന്നെയല്ല. പിന്നെ ഞാൻ ഈ ഒരു നേതാവിനെ കാണുന്ന എങ്ങനെ വെച്ചാലില്ലേ, ഈ മുന്നണികളുടെ
ചില ജാഥയിലും ഉണ്ടാവുമല്ലോ. ഇപ്പൊ LDFന്റെ എല്ലാം ചില ജാഥയിൽ വരുന്ന സമയത്ത് അവരിങ്ങനെ സ്റ്റേജിലേക്ക് ഓരോ ആൾക്കാരെ വിളിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ ഫോർവേഡ് ബ്ലോക്കിന്റെ നേതാവ്, ജനതാദളിന്റെ നേതാവ് എന്നെല്ലാം വിളിക്കുന്ന സമയത്ത് നല്ല കുട്ടപ്പന്മാരായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള വലിയ വെയിലൊന്നും കൊണ്ടിട്ടില്ലാത്ത, ടാൻ ഒന്നും അടിച്ചിട്ടില്ലാത്ത, നല്ല എന്താണ് കാണുമ്പോ ഒരു മറ്റേ നമ്മുടെ ഈ ഇവരുണ്ടാവില്ലേ, സ്റ്റോക്ക് ബ്രോക്കർമാരില്ലേ, സ്റ്റോക്ക് ബ്രോക്കർ അല്ല, നമ്മളെ ഈ എന്താണ് ഈ സ്ഥലമെല്ലാം റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരുണ്ടാവില്ലേ, ഏതാണ്ട് അതേ ഗെറ്റപ്പിലുള്ള കുറച്ച് ആൾക്കാർ വരും. അവരിങ്ങനെ വിഷ് ചെയ്യും. അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അധികം തടിയനങ്ങാത്ത ടൈപ്പ് ആൾക്കാരാണെന്ന്. പക്ഷെ അവരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏത് ഒരു ആ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാല് അവരുടെ MLA-ക്കോ അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാർക്കോ ഉണ്ടാവുന്ന അതേ പവർ തന്നെ ഇവർക്കുണ്ട്. പക്ഷെ അവരുടെ മറ്റേ നോർമൽ ആയിട്ടുള്ള പ്രവർത്തകരുടെ പോലെ പ്രവർത്തിക്കേണ്ട, പോസ്റ്റർ ഒട്ടിക്കേണ്ട, ബാനർ ഒട്ടിക്കേണ്ട, സംസ്ഥാനത്തിന്റെ അതായത് ആ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇവർക്ക് എന്താണ് പവർ ഉണ്ടായാൽ മതി. മനസ്സിലായോ? അതായത് നാട്ടിൽ തന്നെ പവർ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രത്തിനെയാണ് ബിജു മേനോൻ ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കാം, ഈ മാമച്ചനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും ഇല്ലേ, അയാളുടെ വീട്ടിൽ പോലും ഇല്ല. അയാളുടെ നാട്ടുകാർക്ക് കണ്ടു കണ്ടുകൂടാ, അയാളുടെ വീട്ടുകാർക്ക് കണ്ടു കണ്ടുകൂടാ, അയാളുടെ കൂടെ നടക്കുന്ന നമ്മളെ പാച്ചൻ പോലും ഇയാളെ ഡൗട്ട് അടിക്കുന്നുണ്ട്. അതായത് ഈ മാമച്ചൻ ഞാൻ ജയിക്കാൻ വേണ്ടി പാടില്ല, ഞാൻ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് MP ആയിട്ടുള്ള സീറ്റ് കിട്ടില്ല എന്നുള്ള ആ വാക്ക് വിശ്വസിച്ചിട്ടില്ലേ പാച്ചൻ പോലും മറ്റേ അയാളുടെ ഓപ്പോണന്റ് ആയിട്ടുള്ള ആൾക്കാണ് വോട്ട് ചെയ്തത്. പക്ഷെ ഏറ്റവും ലാസ്റ്റ് മൊമെന്റിലാണ് ഇയാളുടെ പ്ലാൻ ഇങ്ങനെയായിരുന്നു എന്ന് ആൾക്കാർ മനസ്സിലാക്കുന്നത്. അതായത് ഈ പാച്ചൻ പോലും മനസ്സിലാക്കുന്നത്, പാച്ചനാണ് ഇയാള് ഡെയിലി എല്ലാ ദിവസവും ഇയാളുടെ കൂടെ ഉണ്ട്, ഡൽഹിയിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്നുണ്ട്, സ്ഥാനങ്ങൾ വരുന്നുണ്ട്, സ്ഥാനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, ഒരു കാര്യമില്ല എന്നെല്ലാം പറയുന്നില്ലേ. അപ്പൊ ഇയാളുടെ കൂടെ 24 hours നടക്കുന്ന ആൾക്കാർക്ക് പോലും ഇല്ല ഇയാളെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല. ഇനി ഇയാളുടെ ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞാലില്ലേ, ഈ പൊളിറ്റിക്സ് അല്ലെങ്കിൽ പവറിനെ അയാൾ യൂട്ടിലൈസ് ചെയ്ത് നോക്കണം. അതായത് ഇയാളുടെ അനിയൻ അവരുടെ ഈ പ്രോപ്പർട്ടി ഷെയർ ചെയ്യണം എന്നെല്ലാം പറഞ്ഞ സമയത്ത് അയാളുടെ അനിയനും അയാളുടെ അനിയന്റെ ഭാര്യയും ഒരുമിച്ച് ജോലി ചെയ്യുന്നത് കൊണ്ടാണ് അയാൾക്ക് അങ്ങനെ ഒരു ആവശ്യം വരുന്നത്. കാരണം ഇയാളുടെ പ്രോപ്പർട്ടി ഇവിടുന്ന് വിറ്റിട്ട് അവർക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് പ്രോപ്പർട്ടി എടുക്കാമല്ലോ എന്ന്. അതിന് ഇയാൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ആ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ വെച്ചാല്, ഇവര് രണ്ടുപേരും അരിയന്റെ ഭാര്യ രണ്ട് ഭാഗത്തേക്ക് സ്ഥലം മാറ്റും, പിന്നെ പ്രോപ്പർട്ടി ഭാഗം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇയാൾ പവർ ഉപയോഗിക്കാൻ നോക്കണം. പിന്നെ എനിക്കൊരു നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിയൊരു കാര്യം വെച്ചാല്, മാമച്ചൻ ഒരിക്കലും കറപ്റ്റഡ് അല്ല. ഒരു രൂപ പോലും എവിടുന്ന് കടം വാങ്ങിയിട്ടില്ല. OC അടിച്ച് പോകുന്നുണ്ട്, മറ്റേ ജീപ്പിലെല്ലാം കയറിയിട്ട് അയാൾ പോകുന്നില്ലേ, മാമച്ച പൈസ നീ വെച്ചോന്നില്ലേ, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് നേരിട്ട് ഇയാള് എവിടെയും പൈസയോ കാര്യങ്ങളൊന്നും വാങ്ങുന്നതായിട്ട് ആ സിനിമയിലില്ല. അതൊരു നല്ല നേച്ചറായിട്ട് തോന്നി. പിന്നെ ഭയങ്കര എയിമാണ്. അതായത് ആ നാട്ടുകാർ മൊത്തം അയാൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുമ്പോ പോലും ഇല്ലേ, മാമച്ചന്റെ കാൽക്കുലേഷൻ എവിടെ അങ്ങനെ പാളിപ്പോകുന്നില്ല. എന്തൊരു ബ്രില്യന്റ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് ആലോചിച്ച് നോക്കിയേ. അത് നമുക്ക് മനസ്സിലാവും അയാളുടെ ആ ഒരു തന്ത്രം. നമ്മൾ അവസാനം വരെ ഇത് എവിടെ കൊണ്ടുപോയിട്ട് അവസാനം നമുക്ക് പോലും ഒരു പിടിതരില്ല, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ എനിക്ക് ഭയങ്കര ഒരു ആരാധനയും ഒരു മോട്ടിവേഷൻ ഒക്കെ ഉണ്ടാക്കി തന്ന ആ കഥാപാത്രമായിരുന്നു CP മാമച്ചൻ എന്ന് പറയുന്നത്. പിന്നെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാലില്ലേ, നമ്മുടെ സിദ്ദീഖിന്റെ റോളും അതുപോലെ തന്നെ ആസിഫ് അലിയുടെ റോളും ഇല്ല, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ്. ആസിഫ് അലി ഞാൻ ഫസ്റ്റ് സ്ക്രീനിൽ വരുന്ന സമയത്ത് ഇയാൾ ഇനി വില്ലൻ ആവാന്ന് വെച്ചു. പിന്നെ അവസാനം ആകുമ്പോഴേക്കായിരുന്നു നമുക്ക് അതിന്റെ ആ ഒരു ലൂപ്പ് ഒന്ന് മനസ്സിലാവുന്നത്. അതില് ആ മരണ വീട്ടിൽ പോകുന്നൊരു സീനില്ലേ, സ്റ്റാർട്ടിങ്ങില് മരണ വീട്ടിൽ പോകുന്ന സീനില് ഈ മറ്റേ ടിനി ടോം സോഡ കുടിക്കുന്ന സമയത്ത് ടിനി ടോമിന്റെ കൂടെയുള്ള ആളെ വിളിക്കും, എന്നിട്ട് പറയും ഇയാളുടെ മോൻ പുറത്തോടെയോ പോയിട്ടുണ്ട്, അവൻ ഞാൻ കണ്ടുപിടിക്കാനുള്ള ഇതെല്ലാം ഒന്ന് ആലോചിക്കട്ടെ, നീ പള്ളിയിൽ പോയിട്ട് അച്ഛനെ കണ്ടിട്ട് അടക്ക് മാറ്റി വെക്കാൻ പറയാന്ന് പറയുമ്പോഴത്തേക്ക് ആ കേട്ടോണ്ടിരിക്കുന്ന ചെങ്ങായി വിചാരിക്കുന്നത് ഈ മാമച്ചൻ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. അതായത് ഇയാൾ സംസാരിച്ച് കൺവിൻസ് ചെയ്യുന്ന ഒരു രീതി വെക്കണം. എന്നിട്ട് ഇയാൾ ടിനിറ്റോവിനടുത്തോട്ട് പറയും അടക്ക് മാറ്റി വെക്കാനായിട്ട് മാമച്ചൻ പറഞ്ഞത്. ടിനിറ്റോവിന്റെ റിപ്ലൈ ഉണ്ട്, ആ മാമച്ചന്റെ വാക്കം കേട്ട് അതിനുശേഷം ഈ പള്ളിയിലച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അടക്ക് മാറ്റി വെക്കാൻ പറയാം, നീയാണ് ബിഷപ്പാണെന്നുള്ള ചോദിക്കുന്നില്ല. സോ അയാള് ആൾക്കാരോട് സംസാരിച്ച് കൺവിൻസ് ചെയ്ത് വരുന്ന രീതിയുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തില്ലേ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോ നമ്മുടെ ചില ജില്ലാ നേതാക്കന്മാരുടെ എല്ലാം ഇതെല്ലാം കാണുന്ന സമയത്ത് ഞാനൊന്ന്, അതായത് ഫസ്റ്റ് ഇയറിലെല്ലാം ഞാൻ വിശ്വസിച്ചു പോയിട്ടുണ്ട്, ഇവന്മാർ ഇത്രയെല്ലാം പവർഫുൾ ആണെന്ന്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം മാമച്ചന്റെ അനിയന്മാരായിട്ട് വരുന്നുള്ളത്. പക്ഷെ മാമച്ചനോളം ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പിന്നീട് മാമച്ചനെ പോലെയുള്ള ഒരാളുടെ അണ്ടറിൽ കുറച്ച് നാൾ ജോലി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതിന്ന ആളാണെന്ന്. പക്ഷെ നമ്മളെ ലൈഫിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന മാമച്ചന്മാരില്ലേ, അവര് പലരും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് ഭയങ്കര ഉൾക്കളി, വളരെ ക്രൂക്കഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. അവർക്ക് ഉള്ളിൽ ഒരു ഇന്നർ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ പല ടൈപ്പിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് വളരെ നിരുപദ്രവകാരികളാണെങ്കിൽ മറ്റൊന്ന് നമ്മളെ കൊണ്ടേ പോകും. അങ്ങനത്തെ കുറെ ആൾക്കാരിലുണ്ട് കേട്ടോ. പിന്നെ ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാല്
ഈ ടിനി ടോമും നമ്മുടെ പാഷണം ഷാജിയും അധികം വെറുപ്പിക്കാതെ അഭിനയിച്ചിട്ടുള്ള അപൂർവം സിനിമകളിൽ ഒന്നുകൂടിയായിരുന്നു വെള്ളിമൂങ്ങ എന്ന് പറയുന്നത്. വേറെ ഏതെല്ലാം സിനിമയിൽ ടിനി ടോമും അതുപോലെ തന്നെ നമ്മളെ ഈ പാഷണം ഷാജി വന്നു കഴിഞ്ഞാലില്ലേ, ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് തന്നെ മടുക്കോ ഇവരെന്താണ് ഈ ചെയ്യുന്നത്. പക്ഷെ ഇതിലെ പാഷണത്തിനെയും നമ്മളെ ടിനിയെ നമുക്ക് തന്നെ മടുക്കില്ല. ടിനിക്കെല്ലാം ആക്ച്വലി ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഞാൻ എനിക്ക് ബോധ്യപ്പെട്ടത് ഈ സിനിമ കാണുന്ന സമയത്താണ്. എത്ര നല്ല പെർഫോമർ ആണല്ലേ. എന്താ വെച്ചാൽ അയാൾ കുറെ നാൾ മുമ്പ് തന്നെ മിമിക്രി എല്ലാം ചെയ്യുന്ന ആളാണല്ലോ. പിന്നെ ഏതെല്ലോ ചില സിനിമകളിലെല്ലാം അയാൾ പോലീസ് റോളിലെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധിക്കുന്ന ഒരു കഥാപാത്രം, അധികം വെറുപ്പിക്കാത്ത ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഇതായിരുന്നു മമ്മൂട്ടിയുടെ സിനിമയിലെ പ്രാഞ്ചിയേട്ടൻ, അതുപോലെ തന്നെ മറ്റൊന്ന് ഈ പടം വെള്ളിമൂങ്ങ എന്ന് പറയുന്ന സിനിമ. പാഷാണത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. പാഷാണത്തിന്റെ ഒരുപാട് മീമും കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ കലാഭവൻ ഷാജോണിന്റെ ആ മീമില്ല ഇങ്ങനെ ഓടിച്ചിട്ടുള്ളത്, അത് 2014-15 സമയത്തുള്ള ഫേസ്ബുക്കിൽ പാറിക്കളിച്ച ഒരു മീമായിരുന്നു അത്. നല്ല നല്ല ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. പിന്നെ ഇവർ കേന്ദ്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ അജു വർഗീസും ബിജു മേനോനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അയാളുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ താമസിക്കുന്ന അയാളുടെ ഒരു ഇളയപ്പനോ അങ്ങനെ ആരും ഇല്ലേ, ഇങ്ങനെ ബാബക്ക് കൊത്തുന്ന സമയത്ത് ഇയാൾ ചുമച്ചോണ്ടിരിക്കലും വലിച്ചോ എന്റെ അച്ഛനെ പണ്ട് കുറെ വലിപ്പിച്ചല്ലേ. അങ്ങനെ ബിജു മേനോന്റെ ഒരു സ്റ്റൈൽ ഓഫ് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചതിന് ശേഷം ബിജു മേനോൻ ഒരു അത്യാവശ്യം നല്ല സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളായിട്ട് മാറുന്നായിരുന്നു. പക്ഷെ പിന്നീട് വന്ന സിനിമകളിലെല്ലാം ഇല്ലേ ഈ സെയിം നരേഷനും ഇയാളുടെ ഡയലോഗ് പറയുന്ന രീതിയിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ട് പിന്നെ നമുക്ക് അങ്ങനെ കാണാൻ തോന്നാറില്ല. ഈ ബിജു മേനോൻ ഹീറോ ആയിട്ട് വരുന്ന സിനിമകളെല്ലാം വരുമ്പോൾ ഒരു ആവറേജ് നിലവാരത്തിനപ്പുറം, അതായത് ഇയാളുടെ പെർഫോമൻസ് നന്നായിരിക്കും പക്ഷെ സിനിമയുടെ മൊത്തത്തിലുള്ള സ്ക്രിപ്റ്റ് ഡൗൺ ആയി പോകുന്നത് കൊണ്ട് ആ സിനിമകളൊന്നും അങ്ങനെ ഹിറ്റ് ആയിട്ടില്ല. പക്ഷെ വെള്ളിമൂങ്ങ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഹിറ്റ് ആയിരുന്നു അന്നത്തെ കാലത്ത്. പിന്നെ ഭയങ്കര റിപ്പീറ്റ് വാച്ച് ക്വാളിറ്റി ഉള്ള ഒരു മൂവി കൂടിയാണ് കേട്ടോ ഈ വെള്ളിമൂങ്ങ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഏകദേശം ഒരു 25 പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഈ പടം. പിന്നെ ഈ സിനിമ കേൾക്കുന്ന സമയത്ത് തന്നെ ഇല്ലേ, ഡയലോഗ് കേട്ടാല് നമുക്ക് സീൻ ഓർമ്മ വരും. അതില് എന്റെ ശാന്തി എഴുതുന്ന സാധനമില്ലേ, നമുക്ക് അത് ആ ഡയലോഗ് കേൾക്കുമ്പോഴേക്ക് ചിരി വരും. അതുപോലെ മറ്റേ ജീപ്പ് റിവേഴ്സ് എടുക്കുമ്പോഴുള്ള ആ ഒരു സാധനം. പിന്നെ ഫസ്റ്റ് മാമച്ചൻ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഇയാളുടെ അമ്മയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീനില്ലേ, ഇവൻ ചത്തിലൊഴിക്കുന്ന സാധനമില്ലേ. അതുപോലെ ഏതായാലും ഇതൊക്കെ ഇട്ടില്ല നാട്ടുകാരെ മൊത്തത്തിൽ കാണിച്ചിട്ട് വരാത്. ഇതെല്ലാം നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന രീതിയിൽ അത്രയും എന്നെ സ്വാധീനിച്ചിട്ടുള്ള സിനിമ കൂടിയാണ് വെള്ളിമൂങ്ങ എന്ന് പറയുന്നത്. പിന്നെ CP മാമച്ചൻ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള, ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള സിനിമകളിൽ ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ബുദ്ധിയുള്ള, നല്ല നമുക്ക് തന്നെ ഒരു ആരാധന തോന്നും. സോ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ള അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു കഥാപാത്രം കൂടിയായിരുന്നു CP മാമച്ചൻ. സോ വെള്ളിമൂങ്ങ ഏറ്റവും റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉള്ള നല്ല 3 പാട്ടും കൂടിയുള്ള ഒരു സിനിമ കൂടിയാണ് വെള്ളിമൂങ്ങ. പിന്നെ അതിന്റെ ഒരു പശ്ചാത്തലം തന്നെ എനിക്ക് ഇഷ്ടമാണ്. മൊത്തം ഒരു ഗ്രാമീണമായിട്ടുള്ള ഒരു അന്തരീക്ഷം, നമ്മൾ നാട്ടിലെല്ലാം കാണുന്ന ഒരുമാതിരി നാട്ടുകാർ, അതായത് ഒരുത്തനും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാ. ഇപ്പൊ ഒരു കൂട്ടമായിട്ട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, ഒരാൾ അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കുറ്റം പറയുന്നത് ആ ഒരു ടൈപ്പ് ടിപ്പിക്കൽ നാട്ടുകാരുണ്ടല്ലോ, നമ്മളൊക്കെ കണ്ടിട്ടുള്ള നാട്ടുകാരുണ്ടല്ലോ. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്ത വെച്ച സിനിമ കൂടിയായിരുന്നു വെള്ളിമൂങ്ങ എന്ന് പറയുന്നത്. ഈ പടത്തിന്റെ ഡയറക്ടർ കുറെ നാൾ മലയാളത്തിൽ സിനിമാറ്റോഗ്രാഫർ ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. അതുകൊണ്ട് ഫ്രെയിമും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. അതായത് നമുക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നും. അതായത് കൂടുതൽ ഈ വിഷ്വൽ ഗിമിക്സോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ വളരെ നോർമൽ ആയിട്ട് ന്യൂട്രൽ ആയിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷോട്ട് എന്ന് പറയുന്നത് മാമച്ച എന്ന് വിളിക്കുന്ന സമയത്ത് മാമച്ച ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ബാക്കിൽ ലാലേട്ടന്റെ ഒരു ചിത്രം, സ്ഫടികത്തിലെ ഒരു ചിത്രം ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടാവും ഒരു ചുമരിലെ ലാലേട്ടനോ, ആ ഒരു ഷോട്ട് ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അതുപോലെ തന്നെ ഈ മാമച്ചനും നായികയും തമ്മിലുള്ള ഒരു പാട്ടുണ്ടല്ലോ, അത് നല്ല രസമാണ് പാട്ട് കാണാനായിട്ട്. പിന്നെ മാമച്ചന്റെ പേഴ്സണൽ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാല് മാമച്ചൻ ആക്ച്വലി ഭയങ്കര അത്ര വലിയ പേഴ്സണൽ ലൈഫിൽ അത്ര വലിയ സക്സസ് ആയിട്ടുള്ള ആളൊന്നുമല്ല. അതായത് ഒന്നാമത്തത് ഇയാൾ ഒരു 40 ആയിട്ട് പോലും ഒരു പാർട്ണറിനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരാളാണ്. അത് പേഴ്സണൽ ലൈഫിൽ അങ്ങനെ കുറച്ച് ട്രാജഡിയും കാര്യങ്ങളും കൂടി ഉണ്ട്. പിന്നെ ഇയാളുടെ ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് അങ്ങനെ പറയത്തക്ക ഒരു പ്രൊഫഷൻ രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിൽ പോലും വരുമാനം കിട്ടുന്ന രീതിയിൽ ഒരു പ്രൊഫഷൻ ഇല്ലാത്ത ആൾ കൂടിയാണ് മാമച്ചൻ. പക്ഷെ അയാളെല്ലാം അതിനെ തരണം ചെയ്ത് വരുന്നുണ്ട്. അയാൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഞാൻ ഇന്ന സ്ഥലത്തെത്തും. അതിനു വേണ്ടി ആ നാട്ടുകാരെ മൊത്തം അയാള് യൂട്ടിലൈസ് ചെയ്തതൊക്കെ ഉണ്ടല്ലോ, ബ്രില്യന്റ് ആണ്. നല്ല സ്ക്രിപ്റ്റിംഗ് ഉള്ള ഒരു പടം കൂടിയായിരുന്നു വെള്ളിമൂങ്ങ എന്ന് പറയുന്നത്. സോ സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.